Hi all, welcome back to another Photoshop tutorial. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കളർ റീപ്ലേസ്മെൻറ്റ് ടൂളാണ്. അതായത് ബ്രഷ് ടൂളിൻ്റെ അണ്ടറിൽ മൂന്നാമത് വരുന്ന കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ. അതിൻ്റെ ഷോർട്ട് കട്ടും ബി തന്നെയാണ്. ഇനി കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ മെയിനായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കളറിന് ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഷാഡോ ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്ട്സുകളും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഡീറ്റെയിൽസും എഫക്ട്സും ഒക്കെ നഷ്ടപ്പെടാതെ തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ബ്രഷ് ടൂൾ പോലെ തന്നെ ഇവിടെ ആൾട്ട് പ്രസ് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമീറ്റർ, ഹാർഡ്നെസ്, ഒപ്പാസിറ്റി ഒക്കെ കാണിക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് സൈസ് കൂട്ടാനും പറ്റും. അത് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ് സൈസ് കുറക്കാനും പറ്റും. ഹാർഡ്നെസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിലെയും ബോട്ടത്തിലേക്കും കൂട്ടിക്കഴിഞ്ഞാൽ ഹാർഡ്നെസ് കൂട്ടാനും കുറക്കാനും നിങ്ങൾക്ക് പറ്റും. ഇനി ഈ ബ്രഷ് സൈസിൻ്റെ സെൻറ്ററിൽ കാണിക്കുന്ന ഈ പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, ഈ പ്ലസ് ഐക്കണാണ് സാമ്പിളായിട്ട് എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു റെഡിലാണ് സാമ്പിളായിട്ട് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റെഡിൽ നിൽക്കുന്നിടത്തോളം കാലം റെഡ് കളേഴ്സ് മാത്രമേ ഇത് റീപ്ലേസ് ചെയ്ത് എടുക്കുള്ളൂ. അതായത് ഇത് വൈറ്റിൽ, ഈ പ്ലസ് ഐക്കൺ വൈറ്റിലേക്ക് പോയാൽ മാത്രമേ വൈറ്റും റീപ്ലേസ് ചെയ്ത് വരുള്ളൂ. അതാണ് ഈ പ്ലസ് ഐക്കണാണ് അപ്പോൾ സാമ്പിളായിട്ട് എടുക്കുന്നത് കളർ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ബ്രഷ് ടൂളിലുള്ള പോലെ ഈ കളർ റീപ്ലേസ്മെൻറ്റ് ടൂളിലും ഫസ്റ്റ് തന്നെ നമുക്ക് സൈസും ഹാർഡ്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ സ്പേസിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇവിടെ 3 മോഡുകളുണ്ട്. മോഡ് ഒന്ന് ഹ്യൂ, സാച്ചുറേഷൻ, കളറാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കാവുന്നുള്ളൂ. ഹ്യൂ മോഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറും, സാച്ചുറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും, കളർ മോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഡെപ്ത് കൂടിയ കളറും കാണിക്കുന്നതാണ്. ബൈ ഡിഫോൾട്ട് കളർ മോഡിലിട്ടാണ് പൊതുവെ വർക്ക് ചെയ്യുന്നത്. കളർ മോഡും അതുപോലെ ലിമിറ്റ് കണ്ടിന്യൂസ് ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ കാണിക്കുന്ന ഓപ്ഷനാണ് സാമ്പിളിങ് കണ്ടിന്യൂ. അതായത് ഈ പ്ലസ് ഐക്കണാണ് കളർ സാമ്പിൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങോട്ടൊക്കെ പോകുന്നോ അതനുസരിച്ച് കളർ സാമ്പിൾ ചെയ്തെടുക്കും. അവിടെ എല്ലാവരും ചേഞ്ചസ് അപ്ലൈ ആവും. അതാണ് കണ്ടിന്യൂസ് സാമ്പിളിങ്. ഇനി തൊട്ടടുത്ത് കാണിക്കുന്നത് സാമ്പിളിങ് വൺസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ഒരു കളറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറ് മാത്രമേ സാമ്പിളായിട്ട് എടുക്കുള്ളൂ, ബാക്കി കളറൊന്നും എടുക്കില്ല. അതായത് ഇത് കണ്ടോ, ഈ വൈറ്റിലേക്കൊന്നും ഈ കളേഴ്സ് ബാധിക്കുന്നില്ല. അതാണ് സാമ്പിളിങ് വൺസ്. ഇനി ഈ കാണുന്ന ഓപ്ഷൻ ടോളറൻസ് ആണ്. അതായത് ഇപ്പോൾ ഈ റെഡിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡും വൈറ്റും തമ്മിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാലും വൈറ്റിലേക്ക് വരില്ല. പക്ഷേ ഈ ലൈറ്റ് കളറിലാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കളറും വൈറ്റും തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ കളറിലേക്കും വരും. അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോളറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 15 ആണ് ടോളറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കളറൊന്ന് മാറ്റി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചെങ്കിലും നമുക്കെപ്പോഴും ചെയ്യാനായിട്ട് സേഫ് ആദ്യം തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഇമേജിൽ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മളെപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഇമേജ് ഡാമേജ് ആയിപ്പോവില്ല. നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തതിന് ശേഷം ആ ലെയറിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മളിവിടെ സെലക്ഷൻ ടൂള്, അതായത് പോളിഗണൽ ലാസോ ടൂൾ എടുത്തതിന് ശേഷം ഞാനിവിടെ പെയിൻറ്റ് ചെയ്യേണ്ട ഏരിയ ഒന്ന് സെലക്ട് ചെയ്യണം. കണ്ടു, സെലക്ട് ചെയ്തപ്പോൾ കുറച്ച് റെഡ് കളറ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ആഡ് ടു സെലക്ഷൻ കൊടുത്ത് ഒന്നുകൂടി ആ സെലക്ഷൻ ഒന്ന് കയറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെലക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റ് ടൂൾ എടുത്തിട്ട് സാമ്പിളിങ് വൺസ് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി സേഫാണ്. ഇപ്പോൾ 32% നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഷാഡോ ഒന്നും പോകാതെ തന്നെ നമുക്ക് റെഡ് കളർ വീട് ബ്ലൂ കളറായി കിട്ടി.
ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു പോർഷനിൽ ഇപ്പോൾ റെഡ് കളർ ആയതുകൊണ്ട് ഇവിടെ ഷാഡോ റെഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെയും കൂടി അതൊന്ന് യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു യെല്ലോ കളറോ അല്ലാന്നുണ്ടെങ്കിൽ പർപ്പിൾ കളറോ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കളറൊന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്രഷ് സൈസ് കൂട്ടാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, ഇപ്പോൾ ഞാൻ ഈ കളറ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ വേറൊരു പെർഫെക്ഷൻ കുറവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ സമയത്ത് ഈ മോഡൊന്ന് മാറ്റി കൊടുക്കുക, ഹ്യൂ ആക്കി കൊടുക്കുക. ഹ്യൂ ആക്കിയിട്ട് നമുക്കിവിടെ ടോളറൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. കണ്ടോ ഹ്യൂ ആക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ ആ ഒരു ലൈറ്റോടുകൂടി ആ ഒരു ഇഷ്യൂ നമുക്ക് ഇല്ലാണ്ടായി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ നേരത്തെ ഈ ജനലിലേക്കൊക്കെ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടോളറൻസ് ഒന്ന് കുറച്ചാൽ മതി. നമുക്ക് ഈ ടോളറൻസ് ഒരു 15 ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും എൻ്റെ ചാനലിൽ വരുന്ന അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.